വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ ഇപ്സ്വിച്ച് 1 യുണൈറ്റഡ് 1. റൂബൻ അമോറിമിന്റെ ആദ്യത്തെ മത്സരം ഡിസപ്പോയിന്റിങ് റിസൾട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ 50 സെക്കൻഡിൽ തന്നെ നമ്മളൊരു ഗോൾ അടിച്ചു. അമാദിന്റെ മനോഹരമായ മൂവിയിൽ നിന്ന് റാഷ്ഫോർഡിന്റെ ഗോളായിരുന്നു. പിന്നെ ഗോളുകൾ വരും എന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. കാരണം നമ്മുടെ സ്റ്റാർട്ട് വളരെ മികച്ചതായിരുന്നു. അതിന് ശേഷമാണെങ്കിൽ അമാദിന്റെ സൈഡിൽ നിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളിയാണ് വന്നുകൊണ്ടിരുന്നത്. എറിക്സനൊക്കെ ഒരു ഷോട്ട് എടുത്തേക്ക്. അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ വീണ്ടും ഗോൾ അടിച്ചേക്കാം, നല്ല രീതിയിൽ പോയേക്കാം എന്ന് തോന്നി. പക്ഷെ പിന്നീട് നമ്മുടെ ലെവൽസ് താഴേക്ക് പോകുന്നതാണ് കണ്ടത്. അതിൽ വലിയൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡ് എറിക്സണും കസമീറോ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് ഫീൽ ചെയ്തത്. കാരണം രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള ഈ പറഞ്ഞ പോലെ പാസ് കംപ്ലീഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഡ്യുവൽ സ്പിൻ പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിലും വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും എന്താ പറയുക, ബേസിക്കലി ഒരു സ്റ്റാറ്റിക് മിഡ്ഫീൽഡായിരുന്നു എന്ന് പറയാം. മറ്റവർക്ക് കുറച്ചും കൂടി എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ മാരി ഹച്ചിൻസൺ നല്ല കളിയായിരുന്നു. അപ്പോൾ അവനാണ് ആ ഗോൾ അടിച്ചത്. അപ്പോൾ അങ്ങനെ അതാണ് നമുക്ക് ബേസിക്കലി പറ്റിയൊരു കാര്യം. അതാണ് ഒരു പക്ഷേ ഉഗാർട്ടെ കസമീറോ മിഡ്ഫീൽഡിലായിരുന്നെങ്കിൽ മേ ബി നമ്മുടെ റിസൾട്ട് ബെറ്റർ ആയേനെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം അതാണ്. അവർ മിഡ്ഫീൽഡ് കളിച്ചപ്പോഴാണ് ആക്ച്വലി നമ്മുടെ റിസൾട്ടൊക്കെ ബെറ്റർ ആവാൻ തുടങ്ങിയത്. അപ്പോൾ എന്താണ് ഉഗാർട്ടിനെ ഇറക്കാനെന്നുള്ള കാര്യം അറിയില്ല. മിക്കവാറും ഇൻ്റർനാഷണൽ ഡ്യൂട്ടിക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ട്രെയിനിങ് ടൈം കിട്ടിയിട്ടുണ്ടാവില്ല റൂബൻ അമോറിമിന്. അപ്പോൾ അമോറിം പറഞ്ഞിരുന്നു കൂടുതൽ ട്രെയിനിങ് ടൈം കിട്ടിയ ആൾക്കാരെയാണ് ഇറക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഉഗാർട്ടിനെ ഇറക്കാമായിരുന്നു. അപ്പോൾ എന്തായാലും റിസൾട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ര നല്ല റിസൾട്ട് അല്ല. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ചാൻസുകളൊക്കെ കിട്ടിയത് ഇപ്സ്വിച്ചിനായിരുന്നു തന്നെ പറയാം. ഒനാനയുടെ ചില മികച്ച സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും MOTM ഒനാനയാണ്. അപ്പോൾ ഒനാനയാണ് നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഇംപ്രൂവ്ഡ് പ്ലെയർ എന്ന് തന്നെ പറയാം. കഴിഞ്ഞ സീസണിൽ ഒത്തിരി ട്രോളുകൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. മീഡിയയുടെ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്, റൈവൽ ഫാൻസിൻ്റെ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ നോൺ ഈസ് ടോക്കിംഗ്. കാരണം ഒനാന ഹേറ്റേഴ്സിനെയൊക്കെ സൈലൻസ് ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അടുത്ത ആഴ്ച വല്ല മണ്ടത്തരം കാണിക്കുക എന്നുള്ളതായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും ഒനാന ഓവറോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മികച്ച 2 സേവുകൾ ഉണ്ടായിരുന്നു ഡെലാപ്പിനെ ഡിനേ ചെയ്യാനായിട്ട്. ഇപ്പോൾ എന്തായാലും വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാർസലോണയിൽ ഹാൻസി ഫ്ലിക്ക് വന്നപ്പോൾ ഉണ്ടായ ആ ഒരു ഇമ്പാക്റ്റും നമ്മളിവിടെ പ്രതീക്ഷിക്കരുത്. കാരണം ഹാൻസി ഫ്ലിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക ട്രെയിനിങ് ടൈമൊക്കെ കിട്ടിയിരുന്നു. അമോറിം വന്നിട്ട് ആകെ 4 ട്രെയിനിങ് സെഷനാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ പ്ലെയേഴ്സിൻ്റെ പേരൊക്കെ എടുത്ത് പറയാനായിട്ട് മടിയൊന്നും ഇല്ലാതെ ഒരു മാനേജറാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ കുറച്ച് പേരുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ സിർക്സിയുടെ കാര്യം പറഞ്ഞു. സിർക്സി ബോക്സിലേക്ക് കൂടുതൽ ചെല്ലണം, ക്രോസുകളിൽ തല വെക്കണം എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പ്രത്യേകം മെൻഷൻ ചെയ്തു. അതുപോലെ തന്നെ ഡാലോട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഡാലോട്ട് വേറൊരു സിസ്റ്റത്തിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സെൻട്രലി പോകുന്ന ഒരു പരിപാടി ഡാലോട്ടിനുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിങ് ബാക്ക് കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിങ്ങിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ആ ഡാലോട്ടിൻ്റെ ചുമതല. അപ്പോൾ അങ്ങനെ ഔട്ട് ഓഫ് പൊസിഷൻ പോകുന്ന കാര്യമൊക്കെ പുള്ളിക്കാരൻ മെൻഷൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ എസ്പെഷ്യലി പൊസിഷനിങ്ങിൻ്റെ കാര്യമൊക്കെ ഈ ലെവലിലേക്ക് വന്ന് കഴിയുമ്പോൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ നമ്മുടെ ടീമിലുള്ള കുഴപ്പത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. പല പ്ലെയേഴ്സിനും പൊസിഷനിങ്ങിനെ പറ്റിയൊന്നും അറിയില്ല എന്നുള്ള കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞത് ആക്ച്വലി ഫണ്ണി ആയിട്ട് തോന്നി. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു റിയാലിറ്റി ചെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ ഉള്ള പ്രോബ്ലംസാണ്. ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പുട്ടിയടിച്ച് ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊക്കെ പൊളിച്ച് പണിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ലെറ്റ്സ് സി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ ലെറ്റ്സ് സി. അതുപോലെ ഇൻഡിവിജ്വൽ പെർഫോമൻസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒനാന, അമാദ്, മസറോവി, ബ്രൂണോ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൺട്രോൾഡായിട്ടാണ് കളിച്ചത്. ഏതാണ്ട് 92% പാസ് കംപ്ലീഷനൊക്കെ ഉണ്ടായിരുന്നു ബ്രൂണോയ്ക്ക്. സർപ്രൈസ്. അതുപോലെ റാഷ്ഫോർഡ് ഗോൾ അടിച്ചുവെങ്കിലും ആകെ 13 ടച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ റാഷ്ഫോർഡ് മാറ്റിയിട്ട് ഹോയ്ലൻഡ് വന്നിട്ട് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രൈക്കേഴ്സിന് ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സമ്മർ തൊട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതാണ്. കഴിഞ്ഞ സീസൺ തൊട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ അവിടെ ഒരു ഔട്ട്പുട്ടായിട്ട് ടെൻ ഹാഗ് കൊണ്ടുവരാൻ തീരുമാനിച്ചത് സിർക്സിനായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടുത്തെ വലിയൊരു വിഷയം. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.